ഗവൺമെന്റ് പിന്തുണയോടൊപ്പം ഉൽപ്പതിഷ്ണുക്കളായ നിരവധി പേരുടെ പിൻബലമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുവാൻ സഹായിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും മിഷണറിമാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടിരുന്ന കാലത്ത് പുരോഗമന ചിന്തക്കാരായ നിരവധി പേർ സംഭാവന നൽകിയ ഭൂമിയുടെയും ധനത്തിന്റെയും അടിത്തറയിലാണ് പല സ്കൂളുകളും കെട്ടിപ്പൊക്കിയത്. ചരിത്രപരമായി ഏറെ പഴക്കമില്ലെങ്കിലും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു നാടിനെ വിദ്യാലയം സ്ഥാപിച്ച് പുരോഗതിയിലേക്ക് നയിച്ച കഥയാണ് കണ്ണൂർ ജില്ലയിലെ NAM ഹയർ സെക്കൻഡറി സ്കൂളിന് പറയാനുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം NAM ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. NAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. സുവർണഗിരിയുടെ താഴ്വാരത്തിൽ സുഭാഷിതം പോൽ പുഴയൊഴുകി, സുഗമ സംഗീതത്തിൽ ലയമെന്ന പോലെ സരസ്വതി സദനവും സമമൊഴുകി. ഇത് ഞങ്ങളുടെ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ. പെരിങ്ങത്തൂർ പെരുമയുടെ പഴമകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അനുസ്യൂതമൊഴുകുന്ന മയ്യഴിപ്പുഴയുടെ ഓരത്തും ആത്മീയാനുഭൂതിയുടെ ഔന്നത്യം ശിരസിൽ ആവാഹിക്കുന്ന കനകമലയുടെ താഴ്വരയിലുമുള്ള ഞങ്ങളുടെ സ്കൂൾ 1995 കേവലം 70 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ വിദ്യാലയം ഇപ്പോൾ 80-ലേറെ അധ്യാപകരും 3000-ഓളം വിദ്യാർത്ഥികളും അടങ്ങുന്ന വലിയൊരു സാമ്രാജ്യം തന്നെയായി മാറിയിരിക്കുന്നു. സോന്റെ സ്കൂൾ എന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സ്കൂൾ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഭരണകാര്യക്ഷമത, അടിസ്ഥാന സൗകര്യം, IT സാങ്കേതിക വിദ്യ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ഈ കനകമലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. കനകമലയിൽ വളരെ പ്രസിദ്ധനായ ഒരു ചിന്തകൻ, അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അവിടെ ഉള്ളത്? പറഞ്ഞോളൂ, ആർക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ആശ്രമമുണ്ട്. അവിടെ ഒരു ആശ്രമമുണ്ട്. ആരുടേതാണ് ആശ്രമം? യതിയുടെ. ഏത് യതി? നിത്യചൈതന്യ യതി. നിത്യചൈതന്യ യതി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അവിടെ ആശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയിട്ട് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഗുരുവും ശിഷ്യനും അങ്ങനെ കേട്ടിട്ടുണ്ട് പുസ്തകത്തിന്റെ പേര്, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. ആരാ യതിയുടെ നിങ്ങളുടെ ഇത്ര അടുത്തുള്ള ഒരു ആശ്രമം ഉണ്ടായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഏതെങ്കിലും കൃതി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിക്കണം കേട്ടോ. ഈ കാവൽ എന്നുള്ള കഥ എടുത്തോ നിങ്ങൾക്ക് ക്ലാസ്സിൽ? എടുത്തോ അല്ലേ? ഈ കാവലിലെ ഈ ജോഗി, എന്താ ജോഗി എന്നായിരുന്നില്ല പേര്? നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ എത്തുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്തെല്ലാം രീതിയിൽ ഉള്ള സഹായം ചെയ്യും ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ? ജോഗി ഒച്ചത്ത് പറയൂ. ജോഗി ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവന് വേണ്ട എല്ലാ സഹായങ്ങളും എന്തൊക്കെ സഹായമാണ് നിങ്ങൾ ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത്. പഠനത്തിനാവശ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ അത് നിങ്ങൾ എങ്ങനെ കൊടുക്കും? നമുക്ക് അതിനായി ഫണ്ട് ഉണ്ട്. ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അവരൊക്കെ കൂടി സ്വരൂപിക്കുന്ന പൈസയിലൂടെ. പിന്നെ കുട്ടികളെടുത്തുനിന്ന് കഴിയുന്നത്ര ഒരു നിർബന്ധവും ഇല്ല, എത്ര കൊടുക്കണം ഇത്ര തരണം എന്നോ ഒരു നിർബന്ധവും. ഈ യുവജനോത്സവം ഇങ്ങനത്തെ പരിപാടിയൊന്നും വരുമ്പോഴേ യാതൊരു നിർബന്ധവും ഇല്ലേ? പൈസക്ക് ഇത്ര പൈസ തരണമെന്ന് പത്മനാഭ മാഷ് നോട്ടീസ് അയക്കില്ലേ നിങ്ങൾക്ക് ക്ലാസ്സിൽ? തീരെ എന്താ ഒരു കഴിവില്ലാത്ത അവരെ നമ്മൾ സഹായിക്കുമല്ലോ. അപ്പൊ സ്കൂളിൽ നിന്നും അതിനുള്ള എല്ലാ നടത്തുന്നുണ്ട്. അപ്പൊ ജോഗിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും പറ? അവന് വേണ്ട പഠിക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും. അതെ, അത് അതാദ്യം പറഞ്ഞല്ലോ. നിങ്ങൾ അതിനുള്ള പൈസ എങ്ങനെ കണ്ടെത്തും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. PTA പൈസ നൽകാൻ തയ്യാറാണ്. PTA പൈസ തരും, നൽകും, അത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഒരു 50 വയസ്സിന് മോനെ എനിക്കൊരു 50 പൈസ നിങ്ങളും എടുക്കും. അല്ല, നമുക്ക് കഴിയുന്നത്ര പോക്കറ്റ് മണിയായിട്ട് നമ്മുടെ കുട്ടികളെ 10 രൂപ മുതൽ 20 രൂപ അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാവും. അതിൽ കുട്ടിക്ക് കഴിയുന്നത്ര അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ തരിക. അതൊക്കെ സ്വരൂപിച്ച് കുട്ടിക്ക് ഞാൻ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ജോഗി എന്ന് പറഞ്ഞ കുട്ടിക്ക് പഠിക്കാനുള്ള ജോഗിനെ പോലെ തന്നെ ജോഗിയുടെ കുറച്ച് കൂട്ടുകാരും ഇല്ലേ? ആ കുട്ടിയൊക്കെ എന്ത് 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 ചെയ്യും നിങ്ങൾ? വേറെ കുട്ടി പറയൂ.
അതായത് യോഗിയുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. ഈ നമ്മൾ ഇവരെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് ശരിയാക്കി എടുക്കണ്ട, അതിനല്ലേ നമ്മൾ ഈ വിദ്യാഭ്യാസമൊക്കെ എന്ത് ചെയ്യും നമ്മൾ? ഇപ്പോൾ വിദ്യാലയത്തിൽ സ്നേഹജ്യോതി എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അതായത് കുട്ടികൾ സ്വരൂപിക്കുന്നതും അതുപോലെ തന്നെ വിശുദ്ധ റംസാൻ മാസത്തിൽ അധ്യാപകരും കുട്ടികളും നൽകുന്ന ഒരു സംഭാവന. റംസാൻ മാസത്തിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? സ്കൂൾ തലത്തിൽ സക്കാത്ത് കൊടുക്കാറുണ്ടോ? സ്കൂൾ തലത്തിൽ സക്കാത്തിന് പകരമായിട്ട് നമ്മൾ പാവപ്പെട്ട നിർധനരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇപ്പോൾ സക്കാത്തിന് കൊടുക്കുന്ന തുകയാണെങ്കിൽ അത് നമ്മൾ ഈ സ്നേഹജ്യോതി ഫണ്ടിലേക്ക് വിതരണം ചെയ്യും. നിങ്ങൾ ഈ ഓണം കാലത്ത് ഓണാഘോഷം അതുപോലെ തന്നെ റംസാൻ കാലത്ത് നോമ്പ് തുറ ഇതൊക്കെ നടത്താറുണ്ടോ? അവിടെ നടത്താറുണ്ടല്ലേ? പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തുമോ? അതിന് ക്ഷണിക്കാറുണ്ട്. പക്ഷേ സാമ്പത്തികമായി ഏത് തരക്കാരാണ് സ്കൂളിൽ? സാമ്പത്തികമായി 2 തരത്തിലുള്ള ആളുകളുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കക്കാരുണ്ട്, സാധാരണ കൂലിവേലൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആളുകളും മിക്സഡ് ആയ ഒരു പ്രദേശം. എത്ര ശതമാനം വീതം ഉണ്ടാവും കുട്ടികൾ? ഒരു 60% സാമ്പത്തികമായിട്ട് മുന്നിലുള്ള ആളുകൾ തന്നെ. ഗൾഫ് ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ മക്കളാണ് കൂടുതലുള്ളത്. ഈ കുട്ടികൾക്കിടയിൽ അത്ര എന്തെങ്കിലും അന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്? സ്കൂളിൽ അത്തരം അന്തരം ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാറില്ല. എല്ലാ കുട്ടികളെയും എങ്ങനെയാണ് അത് ഇല്ലാതാക്കുന്നത്? എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുന്നു. യൂണിഫോമിൽ എന്തെങ്കിലും വൈവിധ്യം ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായി പൈസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാണ് മാഡം? ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഉച്ചഭക്ഷണം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. 9ലെയും 10ലെയും പാവപ്പെട്ട കുട്ടികളെ കൂടി ഉച്ചഭക്ഷണ പദ്ധതി ഞങ്ങൾ പെടുത്തി. എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് ഭക്ഷണം. കാരണം നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ മുമ്പിലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും മുൻനിര സ്കൂളുകളുടെ കൂട്ടത്തിലൊന്നാണ് നിങ്ങൾ. എല്ലാ സൗകര്യങ്ങളും മറ്റു സ്കൂളുകളില്ലാത്ത സൗകര്യങ്ങൾ പോലും വളരെ മെച്ചമായ സൗകര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും ലാംഗ്വേജ് ലാബ് പോലെയുള്ള കാര്യങ്ങൾ. ബിൽഡിങ്ങിന്റെ ഒരു ഷേപ്പ് തന്നെ ഈ സൗണ്ട് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ ഒരു 6 ആക്ട് മോഡലിലാണ് ക്ലാസ് റൂമുകളുള്ളത്. ഒരു ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ ക്ലാസ്സിൽ ഒരു തരത്തിൽ എത്താത്ത രീതിയിലാണ് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തന്നെ. IT കോർഡിനേറ്ററായ സാർ, നിങ്ങളുടെ ഒരു ശക്തി മേഖല സാങ്കേതിക മികവ് എന്നാണ്. നിങ്ങൾക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് ഞാൻ കണ്ടു. എന്നാലും എന്നോട് ഒരു വാക്കിലെന്ന് പറയും, ഈ സാങ്കേതിക മികവ് അവിടെ കമ്പ്യൂട്ടർ വെച്ചതുകൊണ്ട് മാത്രം മികവാകുന്നുണ്ടോ? എന്താണ് ഈ മികവ് നിങ്ങളുടെ? സാങ്കേതിക മികവ് എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് 52 കമ്പ്യൂട്ടറുള്ള ഒരു മികച്ച ലാബ് ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ കമ്പ്യൂട്ടർ പഠനം നടത്താൻ ഞങ്ങൾക്ക് അവിടെ കഴിയുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ പഠനം എന്ന് ഉദ്ദേശിച്ച് എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? കമ്പ്യൂട്ടർ പഠനം ഉദ്ദേശിക്കുന്ന ITI സ്കൂളിന്റെ ഭാഗമായിട്ട് 8, 9, 10 ക്ലാസ് പ്രത്യേക ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് 2 പീരീഡ് പ്രാക്ടിക്കലും 2 പീരീഡ് തിയറി ആയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കാറുള്ളത്. അതൊരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഈ വർഷം ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. IT ക്ലബിൻ്റെ നേതൃത്വത്തിൽ IT at സൊസൈറ്റി എന്നുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാൻ കീർത്തി ബാബുവിനോട് ചോദിക്കാം. ഈ വൈറസ് എന്തുകൊണ്ടായി സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ഇല്ലാത്തത്? ബാക്കി എല്ലായിടത്തും മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന ആൻറ്റിവൈറസ് പാക്കേജ് എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഈ വൈറസിൻ്റെ ശല്യമില്ല, എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കുക. ആരെങ്കിലും ഒന്ന് പറയും. സാറിൻ്റെ സഹായം ഇല്ലാതെ പറയും. ഈ മൈക്രോസോഫ്റ്റ് ആണ് നമ്മുടെ കമ്പനികളിലും അതിനെ വലിയ വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാക്കേഴ്സ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിനെ ഇൻവേഡ് ചെയ്യുന്നത് ആൾക്കാരാണ് ഹോക്കേഴ്സ് എന്ന് വിളിക്കുക. ഇവർ കമ്പ്യൂട്ടറിനെ ഇൻവേഡ് ചെയ്യുമ്പോൾ അധികവും മൈക്രോസോഫ്റ്റിനെ അതിന് പറ്റിയ പ്രോഗ്രാമായിരിക്കും അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. മൈക്രോസോഫ്റ്റ് വിൻഡോസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയത് അവർ നോട്ട് പാഡിലായിരിക്കും ഇത് ഉണ്ടാക്കുക. മൈക്രോസോഫ്റ്റിൽ നോട്ട് പാഡിൽ വൈറസിൻ്റെ ടൈപ്പിങ്ങും അങ്ങനത്തെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ വൈറസ് നമ്മുടെ ഈ ഉബണ്ടു അല്ലെങ്കിൽ അങ്ങനത്തെ സ്വന്തം സോഫ്റ്റ്വെയറിൽ വരാറില്ല. കാരണം അത് വിൻഡോസിലായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഹോക്കേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സാധാരണ സ്വന്തം സോഫ്റ്റ്വെയറിനെ അറ്റാക്ക് ചെയ്യാൻ വളരെ സന്തോഷം. എന്നാൽ ഇനി IT സാറിനോട് സംസാരിക്കുമ്പം വേറൊരു കാര്യം കൂടെ പഠിക്കണം. ഈ വൈറസ് എഴുതുന്ന ആരാണ്, എന്തിനാണ് എഴുതുന്നതെന്നൂടെ, അതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഇത്രയൊക്കെ മിടുക്കന്മാരായ പിള്ളേർ അതും കൂടെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എപ്പോഴേലും അടുത്ത പ്രാവശ്യം അത് ചർച്ച ചെയ്താൽ മതി. ഇത്രയൊക്കെ അറിയാമല്ലോ, വളരെ സന്തോഷം. സ്കൂൾ പാർലമെൻ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആരാണ് പാർലമെൻറ്റ് അംഗങ്ങളോ മന്ത്രിമാരോ ഒക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? പാർലമെൻറ്റ് അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. അവരെയൊന്നും കൊണ്ടുവന്നില്ല. സാധാരണ അവരല്ലേ മുമ്പിൽ പോവുക, ഡെലിഗേഷനൊക്കെ പോകുമ്പോൾ. വിദേശ പര്യടനത്തിനൊക്കെ അവരല്ലേ ആദ്യം പോവുക. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെയല്ലേ?
ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ജനങ്ങൾ, അപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ ജനങ്ങളല്ല അല്ലേ? എങ്ങനെയാ തീരുമാനിച്ചത് നിങ്ങളാണ് വരേണ്ടതെന്നുള്ളത്? ആര് തീരുമാനിച്ചു? എങ്ങനെ തീരുമാനിച്ചു? കീർത്തി പറഞ്ഞേ. എല്ലാ ചോദ്യങ്ങളും തൻ്റെതായ രീതിയിൽ അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ. അതെങ്ങനെ തിരഞ്ഞെടുത്തു? നിങ്ങൾക്കാണ് അഭിമുഖീകരിക്കാനുള്ള തണ്ടും തടിയും ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ തീരുമാനിച്ചു? എല്ലാ വിദ്യാർത്ഥികളെയും താല്പര്യമുള്ളവരും. അതെ, എന്തായിരുന്നു അതിന്റെ പ്രക്രിയ, പ്രോസസ് ഈ തെരഞ്ഞെടുപ്പിന്റെ? ആദ്യം നമ്മളടുത്ത് തങ്ങളുടെ സ്കൂളിനെ കുറിച്ച് കുറച്ച് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. അതിലൂടെയാണ് തുടങ്ങിയത്. അതില് എങ്ങനെ ആർക്ക് വേണമെങ്കിലും വന്ന് സംസാരിക്കാം, അങ്ങനെയായിരുന്നു? അതെ, ആർക്ക് വേണമെങ്കിലും വന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും മികച്ച. അത് ശരി. അപ്പോൾ NAMHS പെരുങ്കത്തൂരിലെ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? അത് കാണാനുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ സംസാരിക്കുമ്പോഴല്ലോ നിങ്ങളുടെ സംസാരം മിടുക്കല്ല നോക്കുന്നത്. നിങ്ങളിലൂടെ ഞങ്ങൾ കാണുന്ന 2500 കുട്ടികളെയാണ്, നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും. അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലൂടെ ഞങ്ങൾ. അല്ലാതെ നിങ്ങളിപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ പെരുങ്കത്തൂരിലെ എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ്, മിടുക്കലെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഉത്തരത്തിനെ സമീപിക്കുന്നത്, അതിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവിടുത്തെ സാധാരണ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നാണ് ഞങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ഈ കോച്ചിങ് അല്ല. അതായത് ആഹാരത്തിൻ്റെ അവശിഷ്ടം കളയാതിരിക്കാനായിട്ട് നിങ്ങൾ കുറേ പെറ്റ് ആനിമൽസിന്, അതിൽ മുയൽ കണ്ടു, പിന്നെ താറാവുകളെ കണ്ടു, പിന്നെ എന്തൊക്കെയുണ്ട്, ഗിനിപ്പന്നി, ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഈ പെറ്റ് അനിമൽസിനെ വളർത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കൂട്ടിലിട്ടാണോ അതോ തുറന്നു വിടുമോ? അതായത് രാത്രി സമയങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ പെറ്റ്സിനെ ആദ്യകാലങ്ങളിൽ ഫ്രീ ആയിട്ട് വിട്ട സമയത്ത് ധാരാളം പെറ്റ്സിനെ കൊന്നുപോയിട്ടുണ്ട്, മൃഗങ്ങൾ കൊന്നു നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അതിനെ കൂട്ടിലിടുകയും മറ്റു സമയങ്ങളിൽ രാവിലെ തന്നെ വിദ്യാർത്ഥികൾ വന്നതിനെ തുറന്നു വിടും. തുറന്നു വിട്ടാൽ അതിങ്ങനെ ക്ലാസ്സുകളിലൊക്കെ കയറി നടക്കും? ക്ലാസ്സില്ല, അതിന് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചൊരു സ്കൂളിൽ ഒരു കൂട് തന്നെ, കൂട് എന്ന് പറഞ്ഞുകൂടാ. കാരണം അതിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ, ജലത്തിന് ജലമുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുണ്ട് ധാരാളം. അതൊക്കെ ഏകദേശം ഒരു വനം പോലെ ഞങ്ങൾ അത് സംരക്ഷിച്ചു. അങ്ങനെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ? നമ്മുടെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ 9ലുണ്ട് കുറെ അധികം കണക്കിന്റെ സൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പേരുകളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ടേ? ഏതൊക്കെ നോക്കിയത്? ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ നോക്കിയെന്ന് വെച്ചാലേ സാർ, എനിക്ക് സയൻസിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, പാഠപുസ്തകത്തിലെ തന്നെ ചില വിഷയങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന സൈറ്റ് നോക്കുക എന്ന് പാഠപുസ്തകത്തിലുണ്ട്. ആ സൈഡിലുള്ള കമന്റ്സ് ഉണ്ടല്ലോ, പുസ്തകങ്ങളുടെ വശത്തിലുള്ള കമന്റ്സിൽ കുറെ കണ്ടിട്ടില്ലേ? അതുപോലെ നോക്കിയോ? എന്നാ പതുക്കെ നോക്കിയാൽ മതി. നല്ല നോക്കിയിട്ടില്ലെങ്കിൽ വേണ്ട. ആരെങ്കിലും നോക്കിയോ അതൊക്കെ? അങ്ങനെ നോക്കിയിട്ടില്ല, പക്ഷെ ഹിന്ദുവില് സുഡോക്കു. സുഡോക്കു ഇരിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അതിന്റെ ചരിത്രപരമായിട്ടും അല്ലാതെയും. മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഡിപെൻഡ് ചെയ്തിട്ട് വിക്കിപീഡിയ പോയിട്ടുണ്ടായിരുന്നു. cuttheknot.org എന്ന് പറഞ്ഞൊരു സൈറ്റ് പോയോ? ധാരാളം നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നതാണ്, ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരാരും പറഞ്ഞില്ല അത്. ഇല്ല, പോട്ടെ, ആയിക്കോട്ടെ. ഇനി NAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. അതിനുമുമ്പ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയണം. ഏകദേശം 1 മണിക്കൂറോളമാണ് നമ്മൾ ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഗ്രേഡുകൾ പറയുന്നത്. പക്ഷേ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഭാഗം, ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റിൽ അതിൽ താഴെ വരുള്ളൂ. അപ്പോൾ ആ ഒരു തെറ്റായ ധാരണ ഉണ്ടാകാനിടയുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഈ വിശദമായ ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രേഡുകൾ പറയുന്നത്. NAM ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 95.2 ഔട്ട് ഓഫ് 100.